ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫയേഴ്സിൻ്റെ പുതിയൊരു സ്കാൽപ്പിംഗ് ടെർമിനൽ എന്നൊരു പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ക്വിക്ക് ട്രേഡ് ഫെസിലിറ്റി. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മുടെ സ്കാൽപ്പിംഗ് ടെർമിനൽ. ഈ പുതിയ ഫീച്ചർ വെച്ച് എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡുകൾ ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫയേഴ്സിൽ ഇതുവരെ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. ഓൾസോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ പ്രീമിയം സപ്പോർട്ട് ലൈഫ് ടൈം കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ടെലിഗ്രാമിലും കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ഇത് നോർമൽ വെബ് പ്ലാറ്റ്ഫോമിലാണ് ഈ ചാർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു സ്കാൽപ്പിംഗ് ടെർമിനലിലേക്ക് ആദ്യം പോവാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറയുന്നത് നമ്മളിന്ന് തന്ന റെസിസ്റ്റൻസ് സോണിൽ തട്ടിയിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പി സൈഡിലേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കുകയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടോപ്പ് എൻഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ഇതിൽ ഫയേഴ്സ് ആപ്പ് എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ട്രൈ ഫയേഴ്സ് ആപ്പ് ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ പേജ് നിങ്ങൾക്കിവിടെ മാർക്കറ്റ് ഓവർവ്യൂ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അവിടെ ഓൾമോസ്റ്റ് എല്ലാം ഇൻഡിസസിൻ്റെയും കറണ്ട് പ്രൈസും എങ്ങനെയാണ് മൂവ്മെൻറ്റ് എന്നുള്ളതും അവിടെ കാണാൻ പറ്റും. ഇവിടെ ടോപ്പിൽ ഡിസ്കവർ ഓപ്ഷൻ ഫണ്ടിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വിൻഡോ ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു പുതിയ സെറ്റപ്പാണ് സ്കാൽപ്പർ ടെർമിനൽ. അപ്പോൾ ഇതിൽ നമുക്ക് നടുവിലത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണുള്ളത്. അതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പുട്ടും ലെഫ്റ്റ് സൈഡിൽ കോളും ഓപ്ഷൻസാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ചാർട്ടുകളാണ്. അപ്പോൾ 3 നമുക്ക് ഒരേ ലൈനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ക്വിക്ക് ട്രേഡിൽ കണ്ട മാതിരി തന്നെ നമുക്കിവിടെ ലോട്ട് സൈസും എല്ലാം നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് 1 ക്ലിക്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോപ്പ് ലോസും എല്ലാം നമുക്ക് ഇതിൽ തന്നെ പ്ലേസ് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് ഇതിനകത്ത് കാണാനും പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇവിടെ താഴെയായിട്ട് സെറ്റിങ്സ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സ്കാൽപ്പർ സെറ്റിങ്സ് എന്നാണ് പറയുക. ഇതിൽ ക്വാണ്ടിറ്റി 2 കൊടുത്തിട്ടുണ്ട്. 2 ലോട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് 1 ആക്കാം. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 1 ആയിട്ട് കൊടുത്ത് നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഇൻട്രാഡേ സേവ് അടിക്കാം. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റും 25 ക്വാണ്ടിറ്റി ഈച്ച്. ഇവിടെ ബൈ സെല്ല് എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുട്ട് കോളിൻ്റെ നമുക്ക് ബൈ സെല്ല് നോക്കാം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടോ നോക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. ഓൾസോ നമുക്ക് ഇതിൽ നമുക്ക് വേണ്ട ഇൻഡിക്കേറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പിവറ്റ് പോയിൻറ്റ്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പിവറ്റ് പോയിൻറ്റ് കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ പിവറ്റ് പോയിൻറ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഏത് ഭാഗത്താണ് മാർക്കറ്റ് നിൽക്കണതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ ബൈ ചെയ്തിരിക്കുകയാണ്. പി സൈഡിലൊരു ട്രേഡ് നമ്മൾ ബൈ ചെയ്തു. 25 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് പി ആൻഡ് എല്ലും കാണാൻ പറ്റും. ഇവിടെ ഗ്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോസ് ആണെങ്കിൽ റെഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓൾറെഡി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. താഴത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് വന്നാൽ എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഇപ്പോൾ മൈനസാണ്. ഓക്കെ, പ്ലസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 43.73. ഓക്കെ, ഇപ്പോൾ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം. കൺഫേം കൊടുക്കാം. അപ്പോൾ ഓർഡർ എക്സിക്യൂട്ടായി. അപ്പോൾ ഇത്ര സിമ്പിളാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് പറയുന്നത്. 53 രൂപ പ്രോഫിറ്റാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ട്രേഡാണ് നമുക്കിതിനകത്ത് കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു ട്രേഡും കൂടെ നമുക്ക് ക്വാണ്ടിറ്റി മാറ്റിയിട്ടൊന്ന് എടുത്ത് നോക്കാം. ഒരു സെക്കൻഡ് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ സെറ്റിങ്സിൽ പോവാം.
ഇവിടെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ട് ലോട്ട് തന്നെയാണ് കൊടുത്തത്. 2 കൊടുത്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് 24,650 ഒന്നും കൂടിയും ബൈ ചെയ്യാം. മാർക്കറ്റ് ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രോക്ക് ആയിട്ടുണ്ട്, ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് സംഭവിക്കണം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. കണ്ടോ, ഇപ്പോൾ മൂവ് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇത്ര ഈസിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും ബുക്ക് ചെയ്യുക, അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുക, ബുക്ക് ചെയ്യുക. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് ഈ സ്കാൽപ്പർ ടെർമിനലിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാ വിൻഡോയും സെയിം ലൈനിൽ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓർഡറുകൾ പ്ലേസ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് മറ്റൊരു ഇമോഷണൽ പ്രശ്നങ്ങളൊന്നും വരില്ല. സ്കാൽപ്പേഴ്സിന് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഫീച്ചറും കൂടിയാണ് ഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത് ക്വിക്ക് ട്രേഡിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അതിൻ്റെ ജസ്റ്റ് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓൾസോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.